എംഡിയുടെ മെയിൽ വന്നിട്ടുണ്ട് ഇപ്പോ. എന്നിട്ട് ലീവ് 3 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ട്. എന്റെ യാത്ര നീട്ടിക്കിട്ടിയെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ലീവ് നീട്ടി വാങ്ങണ്ട നാസർ. ഉമ്മാക്കും ബാപ്പാക്കും ഇപ്പൊ പഠിച്ചോന്റെ കൃപ കൊണ്ട് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ വെള കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഈ ലീവ് നീട്ടിക്കണത്. നാസറെ, ലീവ് നീട്ടണ്ട, വെള അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. എന്തേ, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് പലതുണ്ടുമ്മ. പിന്നെ ഉമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മുമ്പ് അഹമ്മദ്ക്ക മാറി താമസിച്ചപ്പോഴും യൂസുഫ് സാജിത്താത്താനെ കൂടെ കൊണ്ടുപോയപ്പോഴും നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഈ കെട്ടുന്ന പെണ്ണിനെങ്കിലും ഞങ്ങളെ നോക്കാൻ ഇവിടെ നിർത്തി തരണം അല്ലേ? അതേടാ, അതന്ന് അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ. മോനെ, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് നിന്റെ വിവരക്കേട് കൊണ്ടാ. ആലോചിച്ചു നോക്ക്, കെട്ടിക്കൊണ്ടെന്ന നാളിതുവരെ ഞാൻ എന്റെ ബാപ്പാന്റെ കൂടെയല്ലേ ജീവിക്കണത്. അതുപോലെ അവനാന്റെ കെട്ടിയോന്റെ കൂടെ ജീവിക്കാൻ ഏത് പെൺകുട്ടികൾക്കും പൂതി ഉണ്ടാവില്ലേ? എനിക്ക് പറ്റും, ഓക്ക് പറ്റൂല, വേറെ ആൾക്ക് പറ്റുമെന്ന നിലപാട് ശരിയാണോ? ഉമ്മ ഇനിയൊന്നും പറയണ്ട. ഞാൻ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ തല്ലു കൊന്നാൽ ഞാനിട്ട് പോവുകയില്ല. നാസർക്ക് പോയിക്കോളി, ആഗ്രഹിക്കാത്തതൊന്നും നടക്കണ്ടല്ലോ. നദീറ, ആ ടിക്കറ്റും പാസ്പോർട്ടും കൊണ്ടാ. പോയിട്ട് വരാം അമ്മ. ശ്രദ്ധിച്ചു പോണേ മോനെ. മോളെ, ഈ എന്താ അങ്ങനെ പറഞ്ഞത്? അന്റെ മനസ്സിൽ ഇപ്പോഴും വല്ല വേണ്ടാത്ത വിചാരമുണ്ടോ? ഉമ്മാനെയും ബാപ്പാനെയും വിട്ട് ഞാൻ എങ്ങോട്ട് സൂഹിക്കാൻ പോവില്ല. അതുകൊണ്ടാണോ തല്ലിക്കൊന്നാലും ഞാൻ ആരുടെ കൂടെ പോവില്ല എന്ന് പറഞ്ഞത്? അതേമ്മ, ജനിച്ചു വളർന്ന വീട് വിട്ട് ഇവിടെ വന്ന് കയറിയപ്പോ ഞാൻ മനസ്സിൽ കരുതിയതാ, ഇതാ എന്റെ വീടെന്ന്. എന്റെ ഉപ്പാന്റെ സ്ഥാനത്താ ഇവിടുത്തെ ബാപ്പ. നിങ്ങളാണ് എന്റെ പെറ്റുമ്മ. എനിക്ക് നിങ്ങളെ കൂടെ ജീവിതം പഠിക്കണം. വെള്ളത്തണ്ടിന്റെയും കന്നിമാങ്ങന്റെയും പുളിയൻ ഉറുമ്പിന്റെയും ഒരുപാട് കഥകൾ കേൾക്കണം.